പുറത്താക്കിയ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് കോൺഗ്രസിന്റെ കൈത്താങ്ങ്. ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ മുൻ മന്ത്രി VS ശിവകുമാറാണ് പണം കൈമാറിയത്. പാർട്ടി തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുമെന്നും VS ശിവകുമാർ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, നല്ല കാര്യത്തിന് നമ്മൾ നല്ലത് നിന്ന് തന്നെ പറയണം കേട്ടോ. 100% പറയണം. അല്ലാതെ വെറുതെ ഇതിന് താഴത്ത് കമന്റുകൾ കാണുന്ന പോലെ നിങ്ങൾ ആദ്യം പോയിട്ട് വയനാടത്തെ വീട് വെച്ചു കൊടുക്കുക എന്ന തരത്തിലുള്ള കമന്റുകൾ തീർച്ചയായിട്ടും ഇതിൽ ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം വയനാടിന്റെ വീടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ ഏകദേശം 130 ആളുകൾക്ക് എങ്ങാണ്ട് വീട് വെച്ചു കൊടുക്കാനുണ്ട്. അവരത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് നമ്മളെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഒരു അതിഭീകരമായിട്ടുള്ളൊരു ഇതിനെ ഞാൻ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ തന്നെ അതിനെ വിളിക്കുക. അധ്യാപകരെല്ലാവരും കൂടിയിട്ട് ഇല്ലാണ്ടാക്കിയ ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എത്രത്തോളം അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ തള്ളിക്കളയാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതിന് കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി 100% ഒളിക്കുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി ഒളിക്കാൻ മാത്രം സമയം അവർക്ക് വിട്ടുകൊടുത്തത് ആരാ? എന്തിനാണ്? ആൾ ഒളിവില. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ, ഈ ഒരു പുത്തൻ ലോകത്തിൽ അങ്ങനത്തെ ഒരാള് ഒളിച്ചിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു സുകുമാരക്കുറുപ്പാവാൻ പോവുകയാണോ ആ ഡോക്ടർ റാം? അധ്യാപകൻ എന്ന് പറയുന്ന ആ ഡോക്ടർ റാം മറ്റൊരു സുകുമാരക്കുറുപ്പാവാൻ പോവുകയാണോ? ഒരു കാരണവശാലും അങ്ങനെ പാടില്ല. അയാൾ അറസ്റ്റ് ചെയ്യണം. പൊതുജനങ്ങൾക്ക് കാണണം ആ ഒരു കുറ്റവാളിയെ. ഒരു പാവം കുഞ്ഞിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ, എത്രയോ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടൊരു ട്രോമയിലേക്ക് കടത്തിവിട്ട് അയാളെ കാണണം. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നത്, അതൊന്നും അതിലേക്കുള്ളൊരു ചൂണ്ട് പലക ഇട്ട് കൊടുക്കാതെ, അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരിപൂർണമായിട്ട് ശ്രമിക്കാതെ വളരെ പെട്ടെന്ന് ആളുകളെ കയ്യടി നേടാനോ ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അവർക്ക് വീട് വേണം. വാടക വീട്ടിലാണ് അത്ര പാവങ്ങൾ താമസിക്കുന്നത്. ആ പയ്യൻ വളർന്നു വലുതായി ഒരു ഡോക്ടറായി അധ്വാനിച്ച് അച്ഛനമ്മയും പരിരക്ഷിക്കും എന്നൊരു ഉറപ്പ് ആ അച്ഛനമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇനി അതില്ല. അപ്പോൾ ഇനി നമ്മുടെ സമൂഹമാണ് അവരെ നോക്കേണ്ടത്. 100% സമൂഹം തന്നെയാണ് അവരെ നോക്കേണ്ടത്. നമുക്കതിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വീട് പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ നൽകുന്ന പോലെയാണ്, അല്ല ആ പാർട്ടി മാത്രം നൽകുന്നു ആരും വിചാരിക്കേണ്ട. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മുടെ മോഹത്തിന്റെ പ്രതിഫലനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ മോഹം എല്ലാം നടത്തിക്കുന്ന ആളുകളാണ് അവർ. അവർ പിരിക്കുന്ന പൈസ നമ്മളെ പൈസയാണ്, നമ്മൾ നോക്കിയാണ് അവർ പണം പിരിക്കുക. പക്ഷെ ഇവിടെ നടക്കുന്നൊരു വലിയ വിഷയം, 2 പാർട്ടിക്കാരാണ് ഒരുമിച്ച് ഈ വീട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേരെ പ്രഖ്യാപിച്ചു, ഒരാൾ വശം 5 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ ആ ഒരു നിതിൻ രാജിന്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. കേൾക്കാം. ഈ വീട് നിർമ്മാണം അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കും. അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ ഇന്ന് വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യത. ഇപ്പൊ 5 ലക്ഷം രൂപയുടെ ചെക്ക് കോൺഗ്രസ് ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. വീട് പണി ഇവർ നേരിട്ട് നടത്തുകയാണോ, ഇനിയിപ്പോ അത് അവർ രക്ഷിതാക്കൾ വീട് പണി നടക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് അപ്പോൾ ആവശ്യമുള്ളത് ഇവർ കൊടുക്കുകയാണോ എന്നതിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായ ധാരണകളൊന്നുമില്ല. കോൺഗ്രസ് അങ്ങനത്തെ ധാരണ ഉണ്ടാകുമെന്ന് എന്നെ വിചാരിക്കട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ ഒരു വാർത്തയുടെ ലിങ്കിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ താഴത്തുള്ള കമന്റുകൾ നോക്കണം. ഒരു കമന്റ് പോലും പോസിറ്റീവ് അല്ല. ചില ആളുകളൊക്കെ വളരെ നന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് മോശമായിട്ട് തോന്നുന്നത്, നിങ്ങൾ ആദ്യം വയനാട്ടിലത്തെ വീട് പണി കൃത്യമായിട്ട് നടത്തി കൊടുക്കാൻ നോക്കുക. എന്നിട്ട് മതി നിതിൻ രാജിന്റെ വീട്. ഇനി അവർക്ക് വീട് കിട്ടുമോ, ആ വീടിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഇനി അവർക്ക് വേറെ വല്ല പണി നോക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലും വീട് പണി നോക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലൊക്കെ കമന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊരു പോസിറ്റിവിറ്റി എനിക്ക് കാണാൻ കഴിയുന്നത്, കോൺഗ്രസ് പാർട്ടി ആദ്യം തന്നെ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ നല്ല കാര്യം എന്നുള്ളതാണ്.
ഇതുകൊണ്ടൊന്നും മരിച്ചുപോയ അവനെ തിരിച്ചു കിട്ടില്ല നമുക്കറിയാം. പക്ഷേ ഇത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നമ്മുടെ സമൂഹം അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ജാതിയിൽ താഴ്ന്നു പോയി എന്നൊക്കെ പറയപ്പെടുന്ന അത്ര സമൂഹത്തെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സംഗതി അതൊന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഇതാ CPM കൂടി വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു. കേട്ടോക്ക്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയെയും നമ്മുടെ സംസ്ഥാനത്തെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിന്റെ വിയോഗം. അദ്ദേഹം മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം, നിതിൻ രാജിന്റെ മരണം ആ കുടുംബത്തെ അനാഥമാക്കി. ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ CPIM എന്ന നിലയിലും അവിടുത്തെ MLA എന്നുള്ള നിലയിലും അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഞങ്ങളാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിന് പാർട്ടി കൊടുത്ത വാക്കാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ DGPയെ MLAയുടെ നേതൃത്വത്തിൽ കണ്ടിരുന്നു. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിലെ മന്ത്രിയും പാർട്ടിയുടെ സമുന്നത നേതാവുമായ സഖാവ് V ശിവൻകുട്ടി ആ വീട് സന്ദർശിച്ചതേ ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. അതിന്റെ ഭാഗമായിട്ട് ആ കൂടിയാലോചനയുടെ ഫലമായി ആ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നല്ലോ നിതിൻ. ഇതിന്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെയും ഞാൻ ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി CPIM ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പറഞ്ഞു വരികയാണെങ്കിൽ 2 വീട്. കോൺഗ്രസ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അവരെ 5 ലക്ഷം കൈമാറി കഴിഞ്ഞു. ഇതാ CPM കൂടി അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. ഇതിപ്പോ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഏത് വീടായിരിക്കും അവർക്ക് കിട്ടുക? കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീട് അവർ നിർമ്മിച്ചു കൊടുക്കുമോ? നാട്ടുകാർക്ക് പൊതുവെ ഒരു സംശയമുണ്ട്, അവരത് ചെയ്യുമോ എന്ന്. കമ്മ്യൂണിസ്റ്റുകാരോട് അത്തരമൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ കമന്റ് പറയുന്നത് കോൺഗ്രസ് ആദ്യം തന്നെ കയറിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ ഭയത്തിന്റെ അവസ്ഥയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമെന്ന രീതിയിലാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 വീട് കൊടുക്കാമെന്ന് പറയുന്നു. ഒരാള് പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5 ലക്ഷം ആൾറെഡി കൊടുത്തിരിക്കുന്നു. CPM കൊടുക്കാമെന്ന് പറയുന്നു. നമ്മുടെ നാട്ടുകാർ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ചില ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് 2 വീട്, ഇതിലേത് വീടായിരിക്കും ആദ്യം പണി തീരുക എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഈ ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലുണ്ടാവുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഞാനും അറിയാതെ ചോദിച്ചു പോകുന്ന ആൾക്ക് തന്നെയാണ്, ഏത് വീടായിരിക്കും അവർക്ക് കിട്ടുക? ഏത് വീടായാലും ഒന്നെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുത്തിട്ട് 2 പാർട്ടിക്കാരും കൂടിയിട്ട് ഈക്വലി പണം എടുത്തിട്ട് അവർക്ക് വീട് നിർമ്മിക്കാനുള്ള പണം നൽകുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുക തന്നെ വേണം. ഇനി ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ മുൻകൂട്ടി പറയാം. എങ്ങനെയായിരിക്കാം? ചിലപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോൾ കോൺഗ്രസ് ഇരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പം എന്തായാലും 5 ലക്ഷം കൊടുത്തില്ല ആൾറെഡി. അപ്പം ഇനിയിപ്പോൾ അവർ തന്നെ അതായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കും. ചിലപ്പോൾ 2 പേരും ഇങ്ങനെ നോക്കാതാവും. സംഗതി അതവർക്ക് കിട്ടാതാവരുത്. എനിക്കതാ പറയാനുള്ളൂ, അവർക്കത് കിട്ടാതാവരുത്. അല്ലെങ്കിൽ തന്നെ ദളിതരായതിൻ്റെ പേരിൽ, കറുത്തുപോയതിൻ്റെ പേരിലൊക്കെ ഒരു പയ്യനെ നഷ്ടപ്പെടേണ്ടി വന്നൊരു കുടുംബമാണ്. അവരെ വീണ്ടും ഒരു അവഗണനയുടെ കയ്പ് നീര് കുടിപ്പിക്കരുത് 2 പേരും കൂടിയിട്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ആര് കൊടുക്കുന്ന വീടായിരിക്കും പണി തീരുക? ബൈ.